എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ റുക്കിയ അവളാണെങ്കിൽ ലോങ് ഷോട്ടിൽ നിൽക്കുന്ന ഒരു വലിയ ഹോലോയെ കാണുകയാണ്. റുക്കിയയ്ക്കാണെങ്കിൽ ആദ്യം അതിനെ കാണുമ്പോൾ ഒരുപാട് പേടി തോന്നും. പക്ഷേ അതിന്റെ പിന്നാലെ പോയാൽ മാത്രമേ അവൾക്ക് ഒറിഹിബയെ കണ്ടെത്താനാവൂ. അവൾ ആ വഴിയിൽ വെച്ച് തിരിഞ്ഞോടിയാൽ അവൾക്കൊരിക്കലും ഒറിഹിബയുടെ അടുത്ത് എത്താനായിട്ട് കഴിയില്ല. ഇച്ചുകോടിയൻ ടീമിന്റെയും അവരുടെ കഷ്ടപ്പാടും പ്രയത്നവും അതെല്ലാം തന്നെ വെറുതെ ആവും. സോ അവളാണെങ്കിൽ ധൈര്യമൊക്കെ സംഭരിച്ച് ഇപ്പോ ആ ഒരു ഹോലോയുടെ പിന്നാലെ പോവും. അവളങ്ങനെ നെക്സ്റ്റ് ബിൽഡിങ്ങിലേക്ക് കയറേണ്ട അടുത്ത നിമിഷം തന്നെ ആ ഹോലോ അവളുടെ അടുത്തേക്ക് വരികയാണ്. എനിക്കിഷ്ടം അന്ധകാരമാണ്, ഒരിക്കലും വെളിച്ചത്തേക്ക് ഞാൻ വരാറില്ല. പണ്ട് മുതലേ എനിക്ക് വെളിച്ചം ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ ഒരു അലങ്കാർ അതിപ്പോ അതിന്റെ മാസ്ക് ഊരാണ്. മാസ്ക് ഊരേണ്ട താമസം നമ്മുടെ റുക്കിയ ആണെങ്കിൽ അവന്റെ റിയൽ ഫേസ് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അത് മറ്റാരുമല്ല, അവളുടെ പഴയ ബോസാണ്, അതായത് ഫുക്കാഗു, അവളുടെ ബ്രദർ. റുക്കിയയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി അങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് അവളെ നോക്കും. റുക്കിയ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ആ ഒരു ഹോലോ അത് മുഴുവനായിട്ടും അവൻ അബ്സോർബ് ചെയ്ത് അവൻ അവൾക്ക് നേരെ പാഞ്ഞടുക്കും. വേറെ വഴിയില്ലാതെ അവൾ സ്ക്വാഡ് നീട്ടും. ആ ഹോലോ ആണെങ്കിൽ അവനെ ആ സ്ക്വാഡിലേക്ക് പാഞ്ഞടുപ്പിച്ച് അങ്ങനെ കൊന്നു തള്ളുകയാണ്. സോ അവൾക്ക് നന്നായിട്ട് അറിയാം അവളുടെ കൈകൊണ്ടാണ് ഇവൻ ഇല്ലാതായത്. പിന്നെങ്ങനെ അവൻ ഈ ഹോളോ വേൾഡിലേക്ക് എത്തി ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആവും. അതേസമയം അവനാണെങ്കിൽ ഒന്നും തന്നെ പറയാതെ അങ്ങനെ അവന്റെ സ്ക്വാഡ് എടുത്ത് അവൾക്ക് നേരെ വരും. അത് കണ്ട റുക്കിയയും അവളുടെ സ്ക്വാഡ് എടുക്കുകയാണ്. ഹോലോ ആണെങ്കിൽ ഇപ്പൊ അവളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവനാണെങ്കിൽ ഒന്നും വിടാതെ വീണ്ടും വീണ്ടും അവളുടെ അടുത്തേക്ക് പറയും. അവളുടെ മനസ്സിലേക്ക് ഇപ്പൊ അത് ഓരോന്നായിട്ട് കടന്നു വരികയാണ്. അവൾ ട്രെയിനിങ് എടുത്തതും അവന്റെ ടീമിൽ നല്ലൊരു മെമ്പറായി വന്നതും അവൻ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും എന്തിന് സ്വന്തം സിസ്റ്ററിനെ പോലെ അവൻ അവളെ കൺസിഡർ ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തെടുക്കും. അതിനുശേഷം റുക്കിയ അവൾ സ്ക്വാഡ് താഴ്ത്തി അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഒരു ഹോലോയായി മാറിയത്? അതിനവൻ പറയും, അന്ന് എന്റെ ബോഡി പൊസ്സ് ചെയ്ത ആ ഒരു ഹോലോ അവനൊരു നിസ്സാര ഹോലോ ആയിരുന്നില്ല, സാക്ഷാൽ ഐസന്റെ തന്നെ ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു. അന്ന് നടന്നതെല്ലാം സാക്ഷാൽ ഐസന്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു. സോ അവരെന്നെ ഇപ്പോൾ ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് ആക്കി മാറ്റി അവന്റെ ഒരുപാട് പവറുള്ള മെയിൻ അരങ്കാറിൽ ഒരു മെമ്പറാക്കി മാറ്റി. ഐസൻ എൻ്റെ ബോഡിയിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി ഒരു ഹോലോയെയും എൻ്റെ ബോഡിയെയും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇങ്ങനെയാക്കി മാറ്റി. ഒരു പവർഫുൾ സോൾ റീപ്പർ ആയിരുന്ന ഞാനിപ്പോൾ ഒരു പവർഫുൾ അരങ്കാർ ഹോലോയായി മാറിയിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഒരു എക്സ് സോൾ റീപ്പർ ക്യാപ്റ്റന്റെ കരവിരുതാണ്. അതാണ് അതിലെ ഏറ്റവും വലിയ കോമഡി. എന്നെ കൊണ്ട് ഈ ഒരു ബോഡി അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ എൻ്റെ കൺട്രോൾ അത് എൻ്റെ മേലല്ല. റുക്കിയ ആണെങ്കിൽ അവനോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അത് തിരികെ കിട്ടിയിട്ടും എന്തുകൊണ്ട് തിരികെ സോൾ സൊസൈറ്റിയിലേക്ക് എത്തിയില്ല? അതിനാളവളെ കാര്യങ്ങളെല്ലാം വളരെ ഡീപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഹോലോ ആണ്, എനിക്കൊരിക്കലും ഇനി ഒരു സോൾ ട്രീപ്പറായി മാറാൻ കഴിയില്ല. എനിക്കൊരിക്കലും ഇവിടം വിട്ട് വരാനായിട്ട് കഴിയില്ല. കാരണം ഇവിടെ മുഴുവനും ഐസന്റെ ഒരു പ്രത്യേകതരം ഡിവൈസുകളുണ്ട്. ആരെങ്കിലും ഐസന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അപ്പൊ തന്നെ അതവന് സിഗ്നൽ പാസ് ചെയ്യും. ഐസന്റെ ലക്ഷ്യം ഈ ലോകം തന്നെ അവന്റെ വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ അതിന് സമ്മതിക്കരുത്. സോൾ റീപ്പേഴ്സിന്റെ പവർ എന്താണെന്ന് അത് ഐസൻ മനസ്സിലാക്കണം. നിങ്ങളത് ഐസന് കാണിച്ചു കൊടുക്കണം. അവനെ തോൽപ്പിച്ച് ഈ ഹോളോ വേൾഡ് അത് തകർക്കണം. ആണെങ്കിൽ അങ്ങനെ സാഡ് ആയിട്ടിരിക്കുന്ന അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റ് റുക്കിയെ അറ്റാക്ക് ചെയ്യുകയാണ്. ആക്ച്വലി അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഹോലോ പവർ അതിപ്പോൾ അവളെ ഡൈവേർട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. റുക്കിക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവൾ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ അവനെ തന്നെ നോക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഗിന്നിനെ കാണിക്കും. അവനാണെങ്കിൽ അവിടെയുള്ള ഓരോരോ വഴികൾ അതങ്ങനെ ഏതൊക്കെയോ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇപ്പൊ ഗിന്നിന്റെ അടുത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ, നീ എന്താ ഇവിടെ ചെയ്യണേ? നീ ഇങ്ങനെ ഓരോ വേസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ അവര് ഇവിടം വരെ എത്തിയതും നമ്മുടെ ഒരുപാട് സോൾജേഴ്സിനെ കൊന്നതും. അതിന് ഗിന്നാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനാണ് റുക്കിയെ ആ 9 നമ്പർ അവളുടെ എക്സ് ബോസ് അരങ്കാറിന് മുൻപിൽ അവളെ എത്തിച്ചത്. തീർച്ചയായിട്ടും അവൻ അവളെ ടോർച്ചർ ചെയ്ത് കൊല്ലും. അത് കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. റുക്കിയയ്ക്കാണെങ്കിൽ അവനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ കൊല്ലാൻ കഴിയില്ല. പക്ഷെ അവനിപ്പോ പൂർണ്ണമായിട്ടൊരു ഹോളോ ആണ്, നമ്മുടെ കയ്യിലെ ഒരു പപ്പഡ്. സോ അതൊരു ഫൺ ഗെയിം തന്നെയായിരിക്കും. ഇത് കാണാൻ മാസ്റ്റർ ഐസനും ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ റുക്കിയെ കാണിക്കും. റുക്കിയയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത്രയും നേരവും അവളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് സ്നേഹത്തോടു കൂടെ കാം ഡൗൺ ആയിട്ടിരുന്ന ബോസ് അവൻ വളരെ പെട്ടെന്ന് അവന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയിരിക്കുകയാണ്.
നിനക്ക് എന്തു പറ്റി? നീ എന്താ ഇപ്പൊ എന്നെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണേ? അതിനവൻ പറയും, നീ നീ ഇപ്പോൾ സോൾ റീപ്പറും ഞാനിപ്പോൾ ഒരു അരങ്കാറുമാണ്. എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. സോ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊല്ലും. അല്ലെങ്കിൽ നീ എന്നെ കൊന്ന് നിന്റെ ടീമിന്റെ അഭിമാനം ആവണമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം അവനാണെങ്കിൽ ഇപ്പൊ റുക്കയുടെ അടുത്തേക്ക് വരും. അവളുടെ തലയിൽ കൈവച്ച് അവൻ അവളോട് പറയും, നിനക്ക് ഞാൻ ഒരു ഓഫർ തരികയാണ്. നിനക്കും എന്നോടൊപ്പം ഈ ഹോലോ വേൾഡിലേക്ക് ചേരാം. ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സൊസൈറ്റിയിലെ പോലെ ആരും നിന്നെ തിരിഞ്ഞു കൊത്തില്ല, ഉപദ്രവിക്കില്ല, ഒന്നും തന്നെ ചെയ്യില്ല. നിനക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അടിമയെ പോലെ ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സോ ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഞാൻ നിന്റെ ബോസ് ആയിരുന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ബ്രദറും ഒക്കെ ആയിരുന്നു. സോ അതേ സ്നേഹത്തിൽ ഞാൻ നിന്നെ അഡ്വൈസ് ചെയ്യുകയാണ്. നിന്റെ കയ്യിലുള്ള വെപ്പൻ അതുപയോഗിച്ച് തന്നെ നീ നിന്റെ ഫ്രണ്ട്സിനെ അവരെ കൊന്നു തള്ളണം. അത് കേൾക്കേണ്ട താമസം റുക്കിയ അവൾ ഷോക്കാവുകയാണ്. പക്ഷെ അവനാണെങ്കിൽ വീണ്ടും അവളോട് പറയും, നിന്നെ കൊണ്ട് അതിന് സാധിക്കും. നിനക്ക് മാത്രമേ അതിന് പറ്റൂ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ ക്യാപ്റ്റൻ ഐസൻ ആള് നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് നൽകും. മാത്രമല്ല വലിയ വലിയ പൊസിഷനൊക്കെ നിനക്ക് കിട്ടും. റുക്കി അത് കേൾക്കേണ്ട താമസം അവന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി ദൂരേക്ക് തെന്നി മാറുകയാണ്. അവൾക്ക് മനസ്സിലാവും അവൻ അവളെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. റുക്കി ആണെങ്കിൽ തീർത്തു പറയും, നീ ഒരിക്കലും എന്റെ ബോസ് അല്ല. എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അവൻ ഒരു കാരണവശാലും സോൾ സൊസൈറ്റിയെ തള്ളി പറയില്ല. കൂടെ നിൽക്കുന്നവരെ കൊന്നു തള്ളാനായിട്ട് അവൻ ആവശ്യപ്പെടില്ല. ഇത്തരത്തില് ഓർഡേഴ്സ് ഇടില്ല. അന്ന് എന്റെ ബോസിന്റെ ശരീരത്തിലേക്ക് കയറി അവനെ ഇല്ലാതാക്കിയ അതേ ഹോലോ തന്നെയാണ് ഇപ്പോഴും അവനെ നിയന്ത്രിച്ച് എന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ബോസിന്റെ ശരീരം ഉപയോഗിച്ച് എന്നെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുക എന്നതല്ലേ നിന്റെ ശ്രമം? അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും നിന്റെ ശ്രമം നടക്കില്ല. നിന്റെ ശ്രമം അത് നടക്കാനായിട്ട് പോകുന്നില്ല. എന്റെ ഫ്രണ്ട്സിനെ തോൽപ്പിക്കാൻ നീ എന്നല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഞങ്ങളുടെ ഫ്രണ്ട് ഒറീബയെ അവളെ തിരികെ പിടിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. എന്തു വില കൊടുത്തും അവളെ ഞങ്ങൾ തിരികെ പിടിക്കും. റുക്കിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ ആലോചിക്കും. മരിക്കുന്ന സമയത്ത് പോലും അവൻ റുക്കിയോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. സോ ഇവൻ ഒരിക്കലും എന്റെ ബോസ് അല്ല എന്ന് പറഞ്ഞ് അവളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. റുക്കിയ അവൾ കാര്യം തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ആ ബോസ് ഹോളോ അവനാണെങ്കിൽ അവളുടെ ഓരോ അറ്റാക്കിൽ നിന്നും അങ്ങനെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും. എത്രയും വേഗം റുക്കിയെ കീഴ്പ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവന്റെ പ്ലാൻ അത് മുഴുവൻ പൊളിയുമെന്ന് അവന് മനസ്സിലാവുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ റുക്കിയെ കീഴ്പ്പെടുത്താൻ അവളുടെ അടുത്തേക്ക് ഓടി വരും. അതിന് റുക്കിയ അവൾ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.